ഓക്കെ, അസ്സലാമു അലൈക്കും. നമുക്ക് ആദ്യം മെഡിറ്റേഷനിലേക്ക് പോയാലോ? ഓക്കെ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് റിലാക്സ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോകാം. ആൻഡ് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മൂക്കിലൂടെ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ടെടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടുക. ഓക്കെ, വെരി ഗുഡ്. ഒരിക്കൽ കൂടെ നമുക്ക് ശ്വാസം ഉള്ളോട്ടെടുക്കാം. നിങ്ങൾ ശ്വാസം മൂക്കിലൂടെ ഉള്ളോട്ടെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. ശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇനി നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കാൽപാദങ്ങൾ, കാൽ വിരലുകൾ, കണങ്കാലുകൾ, കാൽമുട്ട്, തുടയെല്ലുകള്, അരയിടുപ്പ്, വയറിന്റെ ഭാഗം, ഊരയുടെ ഭാഗം, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ശേഷം ഇവിടെ എല്ലാം റിലാക്സ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാലുകൾ പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഊരയിടുപ്പ് പൂർണ്ണമായിട്ടും റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നെഞ്ഞിന്റെ ഭാഗം, ഷോൾഡർ ആൻഡ് നിങ്ങളുടെ ഇരു കൈകളും റിലാക്സ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശേഷം നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗം, തല, ഫേസ്, നിങ്ങളുടെ രണ്ട് കണ്ണുകൾ എല്ലാം പൂർണ്ണമായിട്ടും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു റിലാക്സ് സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. വെരി ഗുഡ്. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലുള്ള വസ്തുക്കളിലേക്കും കൂടെ ഒന്ന് ശ്രദ്ധയെ കൊണ്ടുപോകാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ മുന്നിലുള്ള മൊബൈൽ ഫോൺ, നിങ്ങളുടെ മുന്നിലുള്ള ടേബിൾ, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ചുറ്റിലുള്ള പല പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോവുക. ദെൻ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരിക. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പുറത്തുള്ള ഒരു വേൾഡും അതുപോലെ നിങ്ങളുടെ അകത്തുള്ള ഒരു ലോകവുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു മിഡിൽ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങളുള്ളത്. സോ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി മെല്ലെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളിലേക്കും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ കാലുകൾ, നിങ്ങൾക്ക് നടക്കാനും ചാടാനും ഓടാനും എല്ലാം സാധിക്കുന്ന നിങ്ങളുടെ കാലുകൾ, ആ കാലുകൾക്ക് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ആ കാലുകൾ നൽകിയിട്ടുള്ള സൃഷ്ടാവിന് നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ജസ്റ്റ് ഇമാജിൻ ആ കാലുകൾ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ,
ആ കാലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ആ കാലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, just relax, both relax. Thank you Allah, thank you God for giving two legs. നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് നിങ്ങളുടെ കാലുകൾക്കും ആ കാലുകൾ നൽകിയിട്ടുള്ള പ്രപഞ്ചനാഥനും നന്ദി പറയാവുന്നതാണ്. ശേഷം ആ കാലുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇന്നേ വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ഓക്കെ, ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇരു കൈകളും ജസ്റ്റ് ഇമാജിൻ, കൈകളില്ലാത്ത ആളുകള് എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരനുഭവിക്കുന്ന പ്രയാസങ്ങള്, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകള്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇരു കൈകളും ആരോഗ്യപൂർണമായിട്ടുള്ള ഇരു കൈകളും നൽകിയിട്ടുള്ള നിങ്ങളുടെ സൃഷ്ടാവിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. ഓക്കെ, വെരി ഗുഡ്. ആ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇത്രയും കാലം, ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാവിധ നന്മകളെയും എല്ലാവിധ കാര്യങ്ങളെയും ആലോചിച്ചെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടോ നന്ദി പറയാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. നിങ്ങളുടെ ശ്വാസകോശങ്ങൾ, കിഡ്നികൾ, പാൻക്രിയാസ്, നിങ്ങളുടെ വയറിന്റെ ഉള്ളിലുള്ള ഓരോ അവയവങ്ങൾക്കും ഓരോ കോശങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. കാരണം അവയെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ബ്രീത്തിങ്ങും അതുപോലെ നിങ്ങളുടെ ഡൈജഷനും എല്ലാം പ്രോപ്പറായി നടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള പമ്പിങ്, ബ്ലഡ് പമ്പിങ് എല്ലാം പ്രോപ്പറായി നടക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിലുള്ള വേസ്റ്റിനൊക്കെ പുറന്തള്ളുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മിനറൽസിനെയും എല്ലാ സംഗതികളെയും വേണ്ട വിധം വലിച്ചെടുക്കാനും ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളാനും പറ്റുന്ന ആ ഒരു പ്രക്രിയ, അതിനെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നിങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും ആ അവയവങ്ങൾ പ്രോപ്പറായി പ്രവർത്തിപ്പിക്കുന്ന നിങ്ങളുടെ സൃഷ്ടാവിനും അവയവങ്ങൾ നൽകിയിട്ടുള്ള സൃഷ്ടാവിനും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിനും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. കാരണം കുറച്ച് സമയം ശ്വാസമില്ലാതെ നമുക്ക് ഈ ഭൂലോകത്ത് ജീവിക്കാൻ കഴിയില്ല. കുറച്ച് സമയം നിങ്ങളുടെ ബ്രീത്തിനൊന്ന് സ്റ്റെപ്പ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ഇപ്പം അനുഭവിക്കാൻ പറ്റുന്ന ആ ഒരു ശ്വാസത്തിനും അതുപോലെ ആ ശ്വാസം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിലീഫിനും നിങ്ങളുടെ ബോഡി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനോടും നിങ്ങളുടെ ശരീരത്തോടും നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളോടും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലുമുള്ള എല്ലാ സാഹചര്യങ്ങളോടും നന്ദി പറയാവുന്നതാണ്. നിങ്ങളാക്കി തീർത്തിട്ടുള്ള നിങ്ങളായി മാറാൻ കാരണങ്ങളായിട്ടുള്ള, അതിനെ നിങ്ങൾ ഒരുക്കിയിട്ടില്ല, നിങ്ങൾ അതിലേക്ക് വഴി തെളിയിച്ചിട്ടുള്ള എല്ലാത്തിനോടും എല്ലാ സിറ്റുവേഷനോടും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ശേഷം നിങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകൾ നിങ്ങളെ ഇന്നാക്കുന്ന ഇന്നുള്ള നിങ്ങളെ എങ്ങനെയാണോ ആക്കിയിട്ടുള്ളത്, നിങ്ങളുടെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളെ ആക്കി മാറ്റാൻ സഹായിച്ചിട്ടുള്ള നിങ്ങളുടെ ചുറ്റിലുമുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കളാവാം, നിങ്ങളുടെ സുഹൃത്തുക്കളാവാം,
നിങ്ങളുടെ ബന്ധത്തിലുള്ളവരാകാം, നിങ്ങൾക്ക് അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. അവർക്ക് സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. നിങ്ങൾക്ക് എല്ലാത്തിനോടും ഇപ്പോ സ്നേഹമാണ്, എല്ലാത്തിനോടും നിങ്ങൾക്ക് നന്ദിയാണ്, എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും നന്ദിയാണ്. ഇപ്പൊ നിങ്ങളുടെ ഹൃദയം നിറയെ നന്ദിയും സ്നേഹവും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. എന്തെന്നില്ലാത്തൊരു ഉന്മേഷം, എന്തെന്നില്ലാത്തൊരു ആവേശം നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും നന്ദിയും മാത്രമുള്ളൂ. ഇതിങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാ വസ്തുക്കളിലേക്കും, നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാവരിലേക്കും അതിന്റെ ആ ഒരു വൈബ്രേഷന് നിങ്ങളുടെ ഉള്ളിൽ നിന്നിട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം ഉടനീളം ആ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ മുന്നിൽ കാണുന്നവർക്കും നിങ്ങളുടെ മുന്നിലുള്ള എല്ലാത്തിനോടും നിങ്ങൾക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കട്ടെ. ഇന്നൊരു ദിവസം വളരെയധികം കളർഫുൾ ആയി മാറട്ടെ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ജസ്റ്റ് മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വരാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. ജസ്റ്റ് നിങ്ങളുടെ ബോഡിയിലേക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. നിങ്ങളുടെ മുഖിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും, എല്ലാവിധ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനും, പോസിറ്റീവായിട്ടുള്ള എല്ലാവിധ എനർജികളും നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ശേഷം പുറത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായി കിടക്കുന്ന എല്ലാത്തിനെയും നിങ്ങൾക്ക് പുറത്തേക്ക് വിടാവുന്നതാണ്, വായിലൂടെ വിടാവുന്നതാണ്. ഓക്കെ, വൺസ് അഗെയിൻ ശ്വാസം ഉള്ളോട്ടെടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. So, just open your eyes. ഓക്കെ, മെഡിറ്റേഷൻ നിന്ന് തിരിച്ചു വന്നവർക്ക് കണ്ണു തുറക്കാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? തിരിച്ചു വന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. രണ്ടുപേരും തിരിച്ചു വന്നല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കഴിഞ്ഞ ഡേയ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാറ്റിനം 30 എന്ന് പറയുന്ന ഒരു സമയത്തെ കുറിച്ചിട്ടാണ് അല്ലെ? നമ്മളുടെ ആദ്യത്തെ 30 മിനിറ്റ്സ് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം അതിനെ യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട്? എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു പ്ലാറ്റിനം 30 യൂസ് ആക്കി തുടങ്ങിയിട്ടുണ്ട്? നിങ്ങൾക്ക് ചാറ്റിലൂടെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ആ ഒരു സ്മൈൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഒന്നും കിട്ടിയില്ലെങ്കിലും അത് ചെയ്ത ടൈം കുറച്ചാണെങ്കിലും എന്തോ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടൊരു ഫീലിംഗ്, ആ ഒരു തോട്ട് നമുക്ക് ആ ഒരു ഡേ ഫുൾ ഉണ്ടാകും. നമുക്ക് നമ്മുടെ ലൈഫില്
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ സെൽഫിലേക്ക് കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മളിപ്പം ആസ് എ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ സ്കൂളുകളിലേക്ക് പോകുന്നതും നമ്മുടെ അക്കാദമിക് പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നതൊക്കെ നോർമൽ ആയിരിക്കും അല്ലെ. ബട്ട് നമുക്ക് നമ്മുടെ സെൽഫിലേക്ക് കുറച്ച് സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വയം വളരാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം നമുക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മുടെ സെൽഫിലേക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എന്നുള്ളത് കൊണ്ട് പറയുന്നത്. സോ നമുക്ക് അങ്ങനെ ഒരു സമയം മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമ്മൾ അറിയുക തന്നെ ചെയ്യും. ഓക്കെ, നമ്മുടെ സെൽഫിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരിക്കലും അത് വേസ്റ്റ് ആയിട്ട് മാറൂല. നമ്മളത് കുറച്ച് സമയമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഓക്കെ നമ്മളിപ്പോ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വെറും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് മാത്രം ചെയ്യുന്നത്, ഓക്കെ അത് മതി. സൈലന്റ് ആയിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഇരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. അതുപോലും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിലേക്ക് അത് നമ്മളെ മൂവ് ഓൺ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാ, ഓക്കെ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ സെൽഫിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ സെൽഫിലേക്ക് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഡേ പറഞ്ഞു അതിന് നമുക്ക് ഏറ്റവും പറ്റുന്ന സമയം എന്ന് പറയുന്നത് പ്ലാറ്റിനം 30, നമ്മൾ രാവിലെ എണീറ്റ ഉടനെയുള്ള 30 മിനിറ്റ്സ് ആണ് എന്നുള്ളത്. സോ അതുപോലെ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ തോട്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയം. നമ്മുടെ സബ് കോൺഷ്യസ് ഒക്കെ കുറച്ചും കൂടെ അവേക്കൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയവും. അപ്പം നമുക്ക് ഉറക്കത്തിലേക്ക് പോകുന്ന സമയവും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്തിനെങ്കിലൊക്കെ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതും നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നമുക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഡയറി എഴുതുന്ന ശീലമുള്ളവരാണെങ്കിൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും ഡയറി എഴുതാം. നമുക്ക് അന്നേ ദിവസം ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എഴുതാം. നമുക്ക് എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ആ ഒരു സമയത്ത് എഴുതാം. അന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ള എല്ലാവിധ നന്മകളെ കുറിച്ചിട്ടും നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്ക് നമ്മൾ താങ്ക്സ് പറയുന്നതും, ഈ പ്രപഞ്ചത്തിനോട് താങ്ക്സ് പറയുന്നതും, പ്രപഞ്ചനാഥനോട് താങ്ക്സ് പറയുന്നതും, നമ്മളോട് തന്നെ നമുക്ക് നന്ദി പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ആ ഒരു ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ എഴുതി കഴിഞ്ഞാൽ അതും നല്ലൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് നൽകും. ആ ഒരു നല്ലൊരു സ്ലീപ്പ് തരാനൊക്കെ നിങ്ങൾക്ക് ഇതാവും. അതുപോലെ മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്തിലേക്കും ചെയ്യുമ്പോൾ നല്ലൊരു സ്ലീപ്പ്, നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഉറക്കം നമുക്ക് തരും. പലപ്പോഴും നമ്മളെങ്ങനെയാ ഉറങ്ങാം, മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്ത് ഉറങ്ങുന്നത് വരെ അല്ലെ, നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത് വരെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫോണൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആവും ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവുക. പല സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഒക്കെ നമ്മൾ ഉറങ്ങുന്നുണ്ടാവും. സോ നമ്മുടെ ഉറക്കത്തെ പോലും നമ്മൾ എന്താണോ നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ ഉറങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ വരെ നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആ ഒരു ഉറക്കത്തെയും കൂടെ ബാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഉറക്കം എങ്ങനെയാണോ നമ്മൾ ഉറങ്ങിയിട്ടുള്ളത് അത് നമ്മളുടെ പിറ്റേ ദിവസത്തെയും ബാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഉറക്കത്തിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം നല്ല സൂപ്പർ പവറോട് കൂടിയിട്ട് നല്ല ഉന്മേഷത്തോട് കൂടിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് നമുക്ക് കിട്ടണം. സോ നല്ല ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു സമയത്ത് യൂസ് ചെയ്യാനും കൂടെ പറ്റണം. സോ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു സമയം കൂടെ നമ്മുടെ സെൽഫിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതും കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂർ മുന്നേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുന്നേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറക്കത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഉറക്കം വരുമ്പോൾ ഉറങ്ങുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക്
ഓക്കെ, നമ്മളിങ്ങനെ കുറെ സമയം മൊബൈലിൽ കളിക്കുന്നു, നമ്മൾ കുറെ സമയം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങി പോവുക, ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ഉറങ്ങി പോവുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ, ഉറക്കത്തിലേക്ക് പോവാണല്ലോ. അപ്പം ആ ഉറക്കത്തിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരുങ്ങുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മൾ ഉറക്കത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടും, നല്ല സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് പറ്റും, നല്ല ക്വാളിറ്റി ഉറക്കം നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നാച്ചുറലി നമുക്ക് പിറ്റേ ദിവസവും നല്ല ഉന്മേഷത്തോടു കൂടി എണീക്കാനും പറ്റും. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് കഴിഞ്ഞ ഡേയ്സിലുള്ള ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങളൊന്നും നമ്മൾ പുതിയ ദിവസത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളുടെ എഫക്റ്റും നമുക്ക് പുതിയ ദിവസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക. അപ്പം അതിന് നമ്മൾ ആ ഒരു ഉറക്കത്തിന് മുന്നേയുള്ള കുറച്ച് സമയം നമ്മൾ യൂസ് ചെയ്യാം. അപ്പം ആ ഒരു യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല ഒരു ടൂൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഇതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 15 മിനിറ്റ് കിടന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് ആ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് ഓർക്കുക. എന്നിട്ട് അതില് നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നന്ദി കൊണ്ടുവരിക, നന്ദി എന്നുള്ളൊരു ഇമോഷൻ കൊണ്ടുവരിക. അതേപോലെ നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ ഫോർഗിവ് ചെയ്യുക എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഫോർഗിവ് ചെയ്ത് കൊടുക്കുക, ആ സിറ്റുവേഷന് നമ്മൾ ഫോർഗിവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ട് എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഗതിയാണ് നടന്നിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നൽകിയിട്ടില്ല. ചിലപ്പം നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമുക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നൽകിയിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് അങ്ങനെ ആ ഒരു വ്യക്തിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, സോ ആ ഒരു വ്യക്തിയോടും നമ്മുടെ സൃഷ്ടാവിനോടും നമുക്ക് എന്ത് ചെയ്യാം, ഫോർഗീവ് ചോദിക്കാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ആ ഒരു ഉറക്കത്തിലേക്ക് പോകുന്നതിന്റെ കുറച്ച് സമയം, അപ്പം നമുക്ക് എന്താവും, ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡേ നമുക്ക് കിട്ടും. നമ്മള് ഉണർന്ന ഉടനെ ഒരു 30 മിനിറ്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ്ഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു 50 മിനിറ്റ്സും നമ്മൾ യൂസ്ഫുൾ ആക്കി മാറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഹോൾ ഡേ തന്നെ എന്തായി, പവർഫുൾ ആയി, ക്വാളിറ്റി ഉള്ളതായി മാറി എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ പോവട്ടെ, ആ ഒരു ഉറക്കത്തിലേക്ക് പോകുന്ന സമയം, ഉറക്കത്തിൽ ഉണർന്ന ആ സമയം നമ്മൾ ക്വാളിറ്റി ആക്കി മാറ്റിയിട്ടുണ്ടോ, തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ഡേ ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്തായി, ഓട്ടോമാറ്റിക്കലി സൂപ്പർ ആയിട്ട് മാറി. നമ്മുടെ ഡേ സൂപ്പർ ആയപ്പോൾ നമ്മളും സൂപ്പർ ആയിട്ട് മാറി. സോ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ എന്തായിട്ട് മാറും, ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിലെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ കുറെ ചേഞ്ചസ്, കുറെ മിറാക്കിൾസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏർലി മോർണിംഗിലുള്ള കുറച്ച് സമയവും ആഫ്റ്റർ നമ്മൾ ഡേ എൻഡ് ഓഫ് ദ ഡേയും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയവും നമ്മൾ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാം. നമ്മളൊക്കെ ലോകത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണല്ലോ അല്ലെ. സംതിങ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ ലോകത്തേക്ക് എന്തെങ്കിലും സമ്മാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാവരും ചെയ്യുന്നത് പോലെ, ഇപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലെ, അവരൊക്കെ നേരത്തെ കുറെ സമയം ഉറങ്ങുന്നവരുണ്ടാകും, നേരത്തെ എണീക്കാതെ ഉറങ്ങുന്ന ആളുകൾ ഉണ്ടാകും. ഇപ്പം ഒരുപാട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു എന്ത് വേണം, ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിട്ട നമുക്ക് കൊണ്ടുവരണം. നമ്മൾ ആസ് എ സൂപ്പർ ടീം എന്നുള്ള രീതിയിൽ, നമ്മളൊരു സൂപ്പർ ഗേൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ ബോയ് ആവാൻ ആഗ്രഹിക്കുന്ന മക്കൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഏർലി മോർണിംഗ് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ആ ഒരു ഏർലി മോർണിംഗ്, അതുപോലെ ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു സമയവും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കെ, Yes, ma'am, ready.
ഓക്കെ, വെരി ഗുഡ്. ഇൻഷാല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു ടൈമിനെ നമുക്ക് ഏറ്റവും വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾ ഇന്ന് മുതൽ ട്രൈ ചെയ്യണം. സംതിങ് കുറച്ച് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് സമയം വെറുതെ ഇരിക്കാനാണെങ്കിലും ഒക്കെ വെറുതെ ഇരിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പം ആ രാവിലെ എണീക്കുന്ന സമയം ഉറക്കത്തിലേക്ക് പോകുന്ന സമയം നമ്മൾ വേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ തീർച്ചയായിട്ടും മക്കളെ ഇങ്ങോട്ട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഒരു മിറാക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു ഡേ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ മറ്റുള്ള കുട്ടികളെ പോലെയല്ല, സംതിങ് സ്പെഷ്യൽ ആണ് അല്ലെ? മറ്റുള്ള എല്ലാ കുട്ടികളെയും പോലെ അല്ല നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന മക്കളാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഡേ, നിങ്ങളുടെ ഒരു ദിവസത്തെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പൊ അതിന് നിങ്ങൾ അത് യൂസ് ചെയ്യുക. നല്ല നല്ല റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ ലിങ്ക് എന്തായാലും ക്ലോസ് ആവാനായിട്ടുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് ക്ലോസ് ആവും. ഓക്കെ, ലിങ്ക് ക്ലോസ് ആവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ ഇന്നത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്, ഒരു സെഷനെ കുറിച്ച്? നമ്മൾ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്മൈല് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ സ്മൈൽ ആ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് സംതിങ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് ചെയ്യുക. ഇപ്പൊ വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യം, ഇപ്പൊ ഒരുപാടൊന്നും വായിക്കണ്ട, ഒരു പേജ് അല്ലെങ്കിൽ ഒരു പേജ് ദിവസവും നിങ്ങൾക്ക് ഉറക്കത്തിലേക്ക് പോകുന്ന സമയം വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിരിക്കും. നിങ്ങളുടെ സെൽഫിലേക്കൊക്കെ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനിപ്പം ഇംഗ്ലീഷ്, അറബിക്, മലയാളം, ഇനിയിപ്പോ വേറെ ഏതെങ്കിലുമൊക്കെ ഭാഷകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കാനൊക്കെ ശ്രമിക്കുക. അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഉറക്കത്തിലേക്ക് പോകുന്ന സമയമൊക്കെ ഒന്ന് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, പറയാം, ഇംഗ്ലീഷ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആണ്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം അത് ഇപ്പം മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന മക്കളുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന മക്കളുണ്ടാവും. ഞാനിപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതുപോലെ ഹിന്ദി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. ജസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാര്യം, ഇനിയുള്ള ലോകത്ത് നമുക്ക് ഇംഗ്ലീഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇപ്പം ഇംഗ്ലീഷ് പ്രോപ്പർ ആയിട്ട് ഇല്ലാത്ത ആളുകൾ ഒരുപാട് പൈസ ഒക്കെ മുടക്കിയിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാണ്. സോ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിനൊരു നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് സമയമൊക്കെ ഒരു 10 മിനിറ്റെങ്കിലും ഒക്കെ ചുരുങ്ങിയത് നിങ്ങൾ എന്താ ചെയ്യുക, ഡെയിലി നിങ്ങളുടെ ലൈഫിലേക്കൊക്കെ മാറ്റി വെക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും മറ്റു ലാംഗ്വേജുകളൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതിനും കൂടെ നിങ്ങൾ സമയം കണ്ടെത്തുക. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടു ഡു ലിസ്റ്റിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ചെയ്യുക എന്നുള്ള ഒരു ഗോളും കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. ഡെയിലി എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇംഗ്ലീഷില്. കാരണം ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആയിരിക്കും. നമ്മള് കൂട്ടത്തിലുള്ള മറ്റു ഫ്രണ്ട്സിന് അതൊരു ഹെൽപ്പ് ആയിട്ട് മാറും നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അതറിയാത്ത ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്താവും, അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് പഠിക്കുക, പിന്നെ നമ്മൾ ടോക്ക് ചെയ്തുകൊണ്ട് പഠിക്കുക. നമ്മൾ ഒരുപാട് ലിസൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഇപ്പം AI ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. സോ അങ്ങനെയുള്ള നമ്മുടെ ലൈഫിലേക്ക് യൂസ് ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതും നല്ല രീതിയിൽ ചെയ്യുക. അപ്പം കുറച്ച് സമയം നമ്മളുടെ സെൽഫിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പം തന്നെ ആസ് എ സ്റ്റുഡന്റ് കൗമാരത്തിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ നല്ല മിറാക്കിൾസ് നമുക്ക് ഇതാക്കാൻ പറ്റും. സോ നമ്മൾ ഒരു ടീമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ആ ടീമിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെ എത്രത്തോളം നമുക്ക് നമ്മളെ എന്താ പറയാ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ
നമുക്ക് നമ്മളെ ഗ്രോ ചെയ്യാൻ അനുവദിക്കാൻ പറ്റുമോ? അത് നമ്മൾ ചെയ്യുക, നമ്മൾ വളരുക. ഞാൻ ഒറ്റക്കല്ല വളരേണ്ടത്, ഞാനും എന്റെ കൂടെയുള്ള ആളുകൾ വളരുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ കൊടുക്കുക. നമുക്ക് അതിന് എങ്ങനെയൊക്കെ നമ്മൾ ചുറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ, നമ്മളെ ടീമിലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുമോ, അത് നമ്മൾ സഹായിക്കുക. സോ നമ്മൾ സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് വളരാൻ വേണ്ടി നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മളും അതോടൊപ്പം വളർന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സ്മൈൽ എന്നുള്ള ഒരു ഇത് നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം നമ്മളുടെ ജീവിതത്തിലും നമുക്ക് സ്മൈൽ എന്നുള്ള ഒരു എന്താ പറയുക കാര്യം കൊണ്ടുവരാൻ പറ്റട്ടെ. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും സാധിക്കട്ടെ. സോ ഇപ്പം എല്ലാവരും ഒന്ന് ഇപ്പൊ വീഡിയോ മോഡിൽ ഉള്ളവരില്ലാത്തവരൊക്കെ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പുഞ്ചിരിച്ച്, പരസ്പരം പുഞ്ചിരിക്കാൻ പറ്റില്ല, വീഡിയോ മോഡിൽ ഉള്ളവരെന്തായാലും ഒന്ന് ജസ്റ്റ് ഒരു പുഞ്ചിരി നൽകി. ഓക്കെ, സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ വീഡിയോ മോഡിൽ ഇല്ലാത്തവര് സ്വയം സെൽഫിന് തന്നെ ഒന്ന് പുഞ്ചിരിച്ചോണ്ട് ഓക്കെ ഐ എം സൂപ്പർ, ഐ എം സൂപ്പർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൈൻഡിൽ പറയുക. കാരണം മറ്റാരും ചെയ്യാത്ത നിങ്ങളെ പോലെ ഒരുപാട് കുട്ടികൾ ഈ സമയത്ത് ഉറങ്ങുന്നുണ്ട് അല്ലെ, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. മാഷാ അല്ലാ, മക്കള് നിങ്ങൾ അടിപൊളി മക്കളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും വലിയ ഉയരങ്ങളിലേക്ക് എത്തും ഇപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ. കാരണം മറ്റുള്ളവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിലേക്ക് വേണ്ടിയിട്ട് ഈ സമയം മാറ്റിവെച്ചതും ഇപ്പൊ പെരുന്നാളിന്റെ പിറ്റേ ദിവസമാണ്. എല്ലാവരും പെരുന്നാൾക്കൊക്കെ നല്ല വൈബ് ചെയ്തിട്ടൊക്കെ കുറെ സമയമൊക്കെ വെറുതെ അല്ല, നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിന്റെ കൂടെ റിലേറ്റീവ്സിന്റെ കൂടെ ഒക്കെ വൈബ് ചെയ്തിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ ഇവിടെ വന്ന് നെഹിലേക്കഥ ഇവിടെ വന്ന് ഉറക്കം വരുന്നുണ്ട് ആൾക്ക്. എന്നാലും മാക്സിമം അവിടെ ഇരുന്ന് ഇവിടേക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ മക്കളെ, അതിനുള്ള റിസൾട്ട് എന്തായാലും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങളിപ്പം ഈ ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ സെൽഫിലേക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ കൂടുതൽ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇൻഷാ അല്ലാ നമ്മള് ഇത് ലിങ്ക് എന്തായാലും കട്ട് ചെയ്യാനായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഫീഡ്ബാക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ പറയാം. വീഡിയോ മോഡിൽ ഇല്ലാത്ത സെഷന് അടിപൊളിയാണ്. മെഡിറ്റേഷൻ മിസ്സായി, ഞാൻ പറഞ്ഞ പോലെ നീച്ച ലേറ്റ് ആയി. മെഡിറ്റേഷൻ എന്തായാലും മിസ്സായി. പിന്നെ വന്നിരുന്ന് സെഷന് പറഞ്ഞത് കഴിഞ്ഞ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്ക് തൊട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു. സ്കൂളിൽ പോകുന്നത് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ മാറ്റം ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതും കൂടി ലൈഫ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അങ്ങനെ രീതിയിൽ എല്ലാവർക്കും ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാൻ ലിങ്ക് ഇപ്പൊ കട്ടാവും, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.